നമസ്കാരം. ഷിംജിത് അറസ്റ്റിലായി. പക്ഷേ നിങ്ങൾ സന്തോഷിക്കാനൊക്കെ വരട്ടെ, ഇതിനകത്ത് വേറെ പ്രധാനപ്പെട്ട ചില കളികൾ നടക്കുന്നുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നത് അതീവ നാടകീയമായ കളികൾ എന്നുള്ള ആരോപണം വളരെ ശക്തമായി നിൽക്കുകയാണ്. ഷിംജിത്തെ അറസ്റ്റ് ചെയ്തത് രാവിലെ 10:30 മണിക്കാണ്. മാധ്യമങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുമുള്ള റിപ്പോർട്ടുകൾ കിട്ടിയിട്ടില്ല. പോലീസ് സ്റ്റേഷനിൽ വിളിക്കുമ്പോൾ ഫോൺ എടുക്കുന്നില്ല, ഒരു തരത്തിലും പോലീസ് ഉദ്യോഗസ്ഥർ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നില്ല. നിങ്ങൾ ഇപ്പോൾ വളരെ പരക്കെ സമൂഹ മാധ്യമങ്ങളിൽ, വാർത്താ മാധ്യമങ്ങളിൽ പരക്കുന്ന ദൃശ്യങ്ങൾ കണ്ടുപോകുകയെ സ്വകാര്യ വാഹനത്തിൽ ഷിംജിത്തെ കൊണ്ടുപോവുകയാണ്. ആരാണ് ഈ ഷിംജിത? സ്വകാര്യ വാഹനത്തിൽ ഷിംജിത്തെ കൊണ്ടുപോകാൻ മാത്രം എന്ത് VIP പരിഗണനയാണ് ഈ ഷിംജിതയ്ക്കുള്ളത്? ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന്റെ അടിസ്ഥാനത്തിൽ ഷിംജിതയെ അറസ്റ്റ് ചെയ്യുമ്പോൾ പോലും ഈ വകുപ്പ് പ്രകാരം ചുമത്തുമ്പോൾ 10 വർഷം മിനിമം അകത്താകാനുള്ള കുറ്റമുണ്ട് ഷിംജിതയ്ക്ക് നേരെ. സ്വത്തുകൾ കണ്ടുകിട്ടാനുള്ള കുറ്റവും ചിലപ്പോൾ ഷിംജിതയ്ക്ക് നേരെ ഉണ്ടാകാം. പക്ഷേ പോലീസ് ഇവിടെ ഒരു കളി നടത്തുന്നുണ്ടോ എന്നുള്ള വ്യാപകമായ വിമർശനങ്ങൾ നാട്ടുകാരുടെ ഭാഗത്ത് നിന്നും ഉയരുന്നുണ്ട്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സ്വകാര്യ വാഹനത്തിൽ ഒരു കൊലയാളിയെ കൊണ്ടുപോകുന്നു എന്നുള്ള വിമർശനം തന്നെയാണ് നിൽക്കുന്നത്. സൈബർ കൊലപാതകം നടത്തിയ ഷിംജിത എന്ന വ്യക്തിക്ക് ഇത്രമാത്രം പരിഗണന പോലീസ് നടത്തേണ്ട ആവശ്യം എന്താണ്? വളരെ നിർണായകമായ ചോദ്യം. കോടതിയിൽ കൊണ്ടുപോകാൻ നോക്കുകയാണ് ഷിംജിതയെ, മുൻകൂർ ജാമ്യം കിട്ടാൻ വേണ്ടി. അതിനിടയിൽ 2 ദിവസം ഷിംജിതയെ അറസ്റ്റ് ചെയ്യാതെ മിണ്ടാതിരുന്ന പോലീസിന് എന്താണ് പറയാനുള്ളത്? വടകരയിലെ ബന്ധുവീട്ടിൽ നിന്ന് ഷിംജിതയെ പിടികൂടാൻ പോലീസിന് 48 മണിക്കൂറായിട്ടും കഴിഞ്ഞിട്ടില്ലേ? കേരള സമൂഹം ഒട്ടാകെ ചർച്ച ചെയ്ത ഒരുപാട് ചർച്ചകൾ, അന്തിച്ചർച്ചകൾ, ജനങ്ങളുടെ വികാരത്തെ പോലും ചോദ്യം ചെയ്തുകൊണ്ടിരുന്ന ഈ നിർണായകമായ കേസിൽ 48 മണിക്കൂറായി ബന്ധുവീട്ടിൽ കഴിഞ്ഞുകൊണ്ടിരുന്ന ഷിംജിതയെ അറസ്റ്റ് ചെയ്യാൻ ഇന്നത്തെ കേരള പോലീസ് സംവിധാനം നടന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരള സമൂഹം പോലും വിശ്വസിക്കില്ല കാര്യം. അതിനിടയിൽ വിദേശത്ത് പോയി, അതിനിടയിൽ കടന്നു കളഞ്ഞു തുടങ്ങിയ റിപ്പോർട്ടുകൾ കിട്ടുന്നു. അതൊന്നും ഇല്ല എന്ന് പറയാൻ പോലും പോലീസ് മടിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഷിംജിത ഒരു വനിതയായതിന്റെ പേരിൽ കിട്ടുന്ന പ്രിവിലേജസ് ആണോ എന്നുള്ള നാട്ടുകാരുടെ ചോദ്യത്തിന് അങ്ങേയറ്റം നിൽക്കേണ്ട ഒരു സ്റ്റാൻഡ് കൂടിയുണ്ട്. ഷിംജിത ആരാണ് ഈ VIP? ഇത്രയും സ്വകാര്യ വാഹനത്തിൽ കൊണ്ടുപോകാൻ മാത്രം, പോലീസ് എസ്കോർട്ടിൽ സ്വകാര്യ വാഹനത്തിൽ കൊണ്ടുപോകാൻ മാത്രം എന്ത് VIP പരിഗണനയാണ് ഷിംജിതയ്ക്കുള്ള നിർണായകമായ ചോദ്യം അവിടെ നിൽക്കുകയാണ്. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഒരു കേസിലെ പ്രതിയെ സ്വകാര്യ വാഹനത്തിൽ കൊണ്ടുപോകുന്ന ഒരു കാഴ്ച? ഈ സ്വകാര്യ വാഹനത്തിൽ കൊണ്ടുപോകാൻ മാത്രം ഷിംജിതയ്ക്ക് എന്ത് VIP പരിഗണനയാണെന്നുള്ള ചോദ്യം ധാർമ്മികമായി സ്വാഭാവികമായും ജനങ്ങൾ ഉന്നയിക്കും. പോലീസിന് നേരെ ശക്തമായ വിമർശനങ്ങളാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉയരുന്നത്. രാവിലെ അറസ്റ്റ് ചെയ്ത ഷിംജിതയെ എന്തുകൊണ്ട് അത് വാർത്തകളിൽ നിറം പിടിച്ചില്ല? എന്തുകൊണ്ട് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചില്ല എന്ന് തുടങ്ങിയ നിർണായകമായ ചോദ്യങ്ങളുണ്ട്. ദീപകിന്റെ ആത്മഹത്യ അത് നയിച്ചത് ഷിംജിതയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. നാട്ടുകാർ, ദീപകിന്റെ വീട്ടുകാർ, ദീപകിന്റെ സുഹൃത്തുക്കൾ, ബന്ധുക്കൾ എല്ലാവരും ശക്തമായി തന്നെ നിയമവുമായി മുന്നോട്ട് പോകുമെന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ഹിഡൻ അജണ്ട നടക്കുന്നുണ്ടോ? ഷിംജിതയെ സംരക്ഷിക്കാൻ മുന്നിട്ട് നിൽക്കുന്നത് ആരെങ്കിലും ഉണ്ടോ എന്ന് നിർണായകമായ ചോദ്യവുമുണ്ട്. അവിടേക്ക് തന്നെയാണ് പോലീസിന് നേരെ ശക്തമായ വിമർശനം ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉയർന്നത്. ഷിംജിതയെ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞ് ആശ്വസിക്കുന്ന പല ആളുകളുടെ മുന്നിലേക്ക്, പല കാര്യങ്ങളിലേക്കും നിങ്ങൾ ചർച്ചകളിലേക്കും കൊണ്ടുവരികയാണ്. ഇത് ആശ്വസിക്കാനോ അല്ലെങ്കിൽ ഇതിൽ ദീപകിന് നീതി കിട്ടിയെന്ന് വിശ്വസിക്കാനോ വരട്ടെ. ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ അണിയറയിൽ നടക്കുന്നുണ്ട് എന്നുള്ള നാട്ടുകാരുടെ വിമർശനങ്ങൾക്ക് വളരെയധികം ശക്തി പകരുകയും ചെയ്യുന്നുണ്ട്. അതിന്റെ കാഴ്ചയാണ് സ്വകാര്യ വാഹനത്തിൽ ഷിംജിതയെ കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ. നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് കേരളം മുഴുവനും ചർച്ച ചെയ്യുന്ന ഒരു സങ്കടകരമായിട്ടുള്ള വാർത്തയെക്കുറിച്ച് തന്നെയാണ്. നമുക്കറിയാം, കോഴിക്കോട് സ്വദേശി ദീപകിന്റെ മരണം സത്യം എന്താണെന്ന് പോലും അറിയുന്നതിന് മുൻപ് തന്നെ പടർന്ന ഒരു ദീപകിനെ എല്ലാവർക്കും മുന്നിലേക്ക് മാറ്റി. ഒടുവിൽ മനം നൊന്ത് ദീപക് ഈ ഒരു ലോകത്തോട് തന്നെ വിട പറഞ്ഞു. ഈ സംഭവത്തിൽ ഇപ്പോൾ പ്രതിയായിട്ടുള്ള ഷിംജിത പോലീസ് കസ്റ്റഡിയിലാണ്. പക്ഷേ ഈ കേസിൽ നമ്മൾ അറിയാത്തതും പോലീസ് അന്വേഷിക്കേണ്ടതുമായിട്ടുള്ള കുറേയേറെ കാര്യങ്ങളുമുണ്ട്. ജനുവരി 18 ഈ ഒരു പ്രശ്നങ്ങളുടെ തുടക്കം. അതായത് ബസ് യാത്രയ്ക്കിടെ ദീപക് തന്നോട് മോശമായിട്ട് പെരുമാറി എന്ന് പറഞ്ഞ് ഷിംജിത ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇടുന്നു. ആ വീഡിയോ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ വൈറലായി. ഏകദേശം 20 ലക്ഷത്തിലധികം ആളുകൾ അത് കണ്ടു. വീഡിയോ കണ്ടവരെല്ലാം ദീപകിനെ ചീത്ത വിളിക്കാനും തുടങ്ങി. എന്നാൽ ആരും അവിടെ യഥാർത്ഥത്തിൽ എന്താണ് നടന്നതെന്ന് അന്വേഷിച്ചില്ല. തന്റെ ഭാഗം വിശദീകരിക്കാൻ പോലും കഴിയാത്ത ഒരു രീതിയിൽ ഒറ്റപ്പെട്ടു പോയ ദീപക് ജീവനും ഒടുക്കി. ദീപകിന്റെ മരണശേഷമാണ് ഇതിന് പിന്നിലെ പല കാര്യങ്ങളും പുറത്തു വരുന്നത്. ദീപകിന്റെ മരണശേഷമാണ് അയാൾ നിരപരാധിയാണ് എന്നുള്ള കാര്യത്തിലെ ആളുകൾ ചർച്ച ചെയ്തത്. അല്ല എങ്കിൽ അയാൾ തന്നെ തെറ്റുകാരനാണെന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു ഇത്രയും, അതായത് ആ വീഡിയോ വന്ന സമയം മുതലേ ഉണ്ടെന്ന്. ശരിക്കും ആ വീഡിയോയ്ക്ക് താഴെ വന്ന കമന്റുകൾ തന്നെയാണ് ഈ ഒരു ജീവിതം തന്നെ അവസാനിപ്പിക്കാനുള്ള ഒരു ഘടകമായി മാറിയത്. അയാൾ മരിച്ചില്ലായിരുന്നെങ്കിൽ അയാൾ ഇന്നും കുറ്റക്കാരൻ തന്നെയായിരിക്കും. ഞാൻ ഒറ്റ കാര്യം ചോദിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ബസ്സിലുണ്ടായ സംഭവവുമായി ബന്ധപ്പെട്ടിട്ട വീഡിയോ, ആ പെൺകുട്ടിയിട്ട വീഡിയോ, അതിന്റെ കമന്റ് ബോക്സ് നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു? ഏറ്റവും വലിയ തെറിയായിരുന്നു കമന്റിൽ. ഇന്ന് അദ്ദേഹം മരിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് മാന്യമായി അയാൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ലായിരുന്നു. അയാൾ എല്ലാവരും കുറ്റക്കാരനാണ്. അത് മരിച്ചപ്പോഴാണ് അതിൽ വീഡിയോ സ്ലോ ആക്കിയതും അതെന്താണ് ഇഷ്യൂ എന്നുള്ളത് ആൾക്കാർ അറിഞ്ഞത്. ഞാൻ പറഞ്ഞ ഒറ്റൊരു കാര്യം, അയാളുടെ മരണത്തിന് നമ്മൾ ഓരോരുത്തരും കാരണക്കാർ തന്നെയാണ്. ദയവ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ വരുന്ന വീഡിയോകൾ ശരിയാണോ തെറ്റാണോ എന്നറിയാതെ നിങ്ങൾ ഈ കമന്റ് ഇടുമ്പോൾ ഇതുപോലെ പലരുടെയും മരണത്തിന് നിങ്ങൾ ഉത്തരവാദികളാണ്. ഇന്ന് ഒരു സബ്ജക്റ്റ്, ഒരു കണ്ടന്റിന് വേണ്ടി ആൾക്കാർ നടക്കുകയാണ്. കാരണം എന്താ അറിയോ? ഒന്ന് സോഷ്യൽ മീഡിയ പണം കൊടുക്കുന്നുണ്ട്.
ഏതെങ്കിലും ആരെങ്കിലും മരിച്ചാൽ മതി, കുഴപ്പമില്ല. പക്ഷെ എനിക്ക് എന്റെ കണ്ടന്റ് വേണം. എനിക്ക് ലൈവ് കണ്ടന്റിനാണ് മാർക്കറ്റ്. അത് മാത്രമേ ഇൻസ്റ്റാഗ്രാം സ്വീകരിക്കുന്നുള്ളൂ, ലൈവ് കണ്ടന്റ്. അപ്പൊ ആ ലൈവ് കണ്ടന്റ് എല്ലാവർക്കും പൈസ കിട്ടും. പൈസ കിട്ടിയാൽ മതി, ആര് ചത്താലും ഒരു കുഴപ്പമില്ല. അപ്പൊ ദയവ് ചെയ്ത് ഇനിയെങ്കിലും കാര്യം എന്താണെന്നറിയാതെ കാള വെച്ചു എന്ന് കേൾക്കുമ്പോൾ കയറെടുക്കാതിരിക്കുക. ഇത് കുറച്ച് ദിവസം ഓടും, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത വിഷയം വരും. അത് തന്നെ ഇപ്പോൾ ഇത്ര കാലം സംഭവിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ആണ് പെണ്ണ് എന്നുള്ള വേർതിരിവൊന്നും വേണ്ട. ഒരു സിനിമ തുടങ്ങുമ്പോൾ അതിന്റെ മുന്നിലുണ്ടാവും സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമം ശിക്ഷാർഹമാണ്. എന്താ പുരുഷന്മാർക്ക് നേരെയുള്ള അതിക്രമമൊന്നും ശിക്ഷാർഹമല്ലേ? ഈ നാട്ടില് സ്ത്രീകൾ മാത്രം മതിയോ? സ്ത്രീകൾക്ക് കിട്ടേണ്ട ന്യായം, നീതി ഇതൊക്കെ നിഷേധിക്കപ്പെടുന്നത് എന്തുകൊണ്ടെന്നറിയോ? ഇതുപോലുള്ള ഫ്രോഡുകൾ അതിനെ ദുരുപയോഗം ചെയ്യുന്നുണ്ട്. സ്ത്രീ പുരുഷനൊന്നും പറ്റില്ല. ഇവിടെ സ്ത്രീകൾ മാത്രം ഉണ്ടെങ്കിൽ അവരെന്താക്കും? പുരുഷനും വേണം. അപ്പം നിയമ നടപടികൾ എടുക്കുമ്പോൾ പുരുഷൻ മരിച്ചതുകൊണ്ട് നിയമ നടപടികൾ വളരെ സ്ലോയിൽ നടന്നാൽ വരുന്നില്ല. ഒരാണ് കാരണമാണ് ഒരു പെണ്ണ് മരിച്ചെങ്കിൽ ആ ആണിന്റെ വീട്ടിൽ കയറി അടിച്ച് പുറത്താക്കുന്നതാണ്, നമുക്ക് വലിച്ചു കൊണ്ടുവന്നതാണ്. എന്താ സ്ത്രീ കാരണം ഒരു പുരുഷൻ മരിച്ചു കഴിഞ്ഞാൽ എന്താ ഇത്ര സ്പീഡ് കുറവ്? ആ പറഞ്ഞ ആളുണ്ടല്ലോ ഇവിടെ ഇന്ത്യയിലുണ്ടോ അല്ലെ കേരളത്തിലുണ്ടോ എന്ന് അന്വേഷിച്ച് നോക്കി. സ്ഥലം വിട്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ മൂക്കിന്റെ തുമ്പത്തൂടെയാണ് ഇതൊക്കെ നടക്കുന്നത്. പ്രതികരിക്കേണ്ട എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ നമ്മൾ ഒരു വാക്കെങ്കിലും അവർക്ക് കിട്ടണം. ഈ പറഞ്ഞ ആൾക്ക് നീതി കിട്ടണം. ശരിക്കും ഇതല്ലേ സത്യം എന്ന് പറയുന്നത്? എന്തായാലും ദീപകിന്റെ മാതാപിതാക്കൾ പോലീസിനെതിരെ വളരെ ഗൗരവമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. ദീപക് മരിച്ച് 6 ദിവസം കഴിഞ്ഞാണ് ഷിഞ്ചിതയെ അറസ്റ്റ് ചെയ്തത്. പ്രതിയെ പിടികൂടാൻ പോലീസ് എന്തിന് ഇത്രയും വൈകി എന്നതിൽ കുടുംബത്തിന് വലിയ പരാതിയുണ്ട്. അതിലും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഷിഞ്ചിതയെ അറസ്റ്റ് ചെയ്തപ്പോൾ ജീപ്പിൽ കൊണ്ടുപോകുന്നതിന് പകരം ഒരു സ്വകാര്യ വാഹനത്തിലാണ് അവളെ കൊണ്ടുപോയത്. എന്നാലും സാധാരണക്കാർക്ക് ഒരു നിയമവും ഇങ്ങനെയുള്ളവർക്ക് മറ്റൊരു നിയമം എന്നുള്ള രീതിയാണ് പോലീസിന്റെ ഇടപെടൽ എന്നാണ് ഈ ഒരു ദീപകിന്റെ കുടുംബം പറയുന്നത്. ഈ 6 ദിവസത്തിനുള്ളിൽ തന്നെ ഫോണിലെ തെളിവുകളും നശിപ്പിക്കാൻ പ്രതിക്ക് സമയം കിട്ടിയോ എന്നും അവർ സംശയിക്കുന്നുണ്ട്. സംശയിക്കുന്നതിന് നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യാൻ സാധ്യതയുണ്ട്. പിന്നൊരു കാര്യം, നമ്മുടെ സൈബർ ലോകത്തെ നമ്മുടെ ഫോണിലായാലും ഡിജിറ്റലായിട്ട് എന്ത് തെളിവുകൾ ഉണ്ടായാലും അത് റിട്രീവ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷെ അത് റിട്രീവ് ചെയ്യണം എന്നുള്ള ഉദ്ദേശം കൂടി ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമാണ് ഡിലീറ്റ് ചെയ്ത സാധനത്തിന് നമുക്ക് തിരിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ശരി, ഈ ഒരു കേസിൽ പോലീസ് ഇപ്പോൾ പറയുന്നത് ഈ ഒരു വൈറലായ വീഡിയോ എഡിറ്റ് ചെയ്തതാണ് എന്നുള്ളതാണ്. അതായത് വീഡിയോയിൽ തനിക്ക് അനുകൂലമായിട്ടുള്ള ഭാഗം മാത്രം കാണിച്ച് ദീപകിനെ മോശക്കാരനാക്കാൻ ശ്രമിച്ചു എന്നുള്ള സംശയം പോലീസിനുമുണ്ട്. ഇതിൽ കൂടുതൽ വ്യക്തത വരുത്താൻ ഷിഞ്ചിതയുടെ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ് ഇപ്പോൾ. ബസ് ജീവനക്കാരൻ പറയുന്നതും അവിടെ അങ്ങനെ ഒരു പ്രശ്നം ആരും പരാതിപ്പെട്ടില്ല എന്ന് തന്നെയാണ്. CCTV ദൃശ്യങ്ങളും ഈ ഒരു സംശയം ശരിവെക്കുന്നുണ്ട്. ഇനി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ചില നിയമങ്ങളുണ്ട്. ഒരാളെ ഇത്തരത്തിൽ വ്യാജ വീഡിയോ ഉണ്ടാക്കി മാനസികമായിട്ട് തകർത്ത് മരണത്തിലേക്ക് തള്ളിവിടുന്നത് ആത്മഹത്യാ പ്രേരണ കുറ്റമാണ്. IT ആക്ട് പ്രകാരം ഇത് വലിയ തെറ്റ് തന്നെയാണ്. ഇന്ന് സോഷ്യൽ മീഡിയയിൽ റീച്ചിനും ലൈക്കിനും വേണ്ടിയിട്ട് എന്ത് വീഡിയോ ഇടാം എന്ന് കരുതുന്നവർ ദീപകിന്റെ ഈ ഒരു അനുഭവം ഒന്ന് ഓർക്കണം. സ്ത്രീ സുരക്ഷാ നിയമങ്ങൾ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ദുരുപയോഗം ചെയ്യുമ്പോൾ അത് ശരിക്കും സഹായം ആവശ്യമുള്ള പെൺകുട്ടികളെയാണ് ബാധിക്കുന്നത്. ദീപകിനെ കുറ്റപ്പെടുത്തിയ ലക്ഷക്കണക്കിന് ആളുകൾ ഇപ്പോൾ നിശബ്ദരാണ്. കാരണം അവർക്ക് പറയാനൊന്നുമില്ല, വാക്കുകളില്ല. എന്താണ് അവർ പറയേണ്ടത്? ഇത്തരം ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിച്ചതും ഈ ഒരു ആളുകൾ തന്നെയല്ലേ? ഈ ഒരു സംഭവത്തെ വെറും ഒരു വാർത്തയായിട്ട് മാത്രം നമുക്ക് കാണാൻ കഴിയില്ല. ഇത് നമ്മുടെ സമൂഹത്തിന് നേരെ പിടിച്ച ഒരു കണ്ണാടി തന്നെയാണ്. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ഗൗരവമായിട്ട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ സാമൂഹിക കാഴ്ചപ്പാട് ഇന്ന് സോഷ്യൽ മീഡിയയിലെ ഒരു വീഡിയോ വന്നാൽ അത് സത്യമാണോ അതോ എഡിറ്റ് ചെയ്തതാണോ എന്ന് അന്വേഷിക്കാൻ ആരും നിൽക്കാറില്ല. ശരിക്കും പറഞ്ഞാൽ അതിനാരും മുതിരില്ല എന്ന് തന്നെയാണ്. അതായത് തന്റെ കൺമുന്നിൽ കാണുന്നതാണ് സത്യം എന്ന് വിശ്വസിക്കണം എന്നുള്ള ആഗ്രഹമുള്ള ആൾക്കാരാണ് സോഷ്യൽ മീഡിയയിൽ ഏകദേശം. എന്തായാലും ആ ഒരു വീഡിയോയുടെ താഴെ വന്ന കമന്റുകളും അത് ഷെയർ ചെയ്യുന്നവരുടെ എണ്ണവുമാണ് ഇന്ന് പലപ്പോഴും ഒരാളുടെ കുറ്റമോ നിരപരാധിത്വമോ തീരുമാനിക്കുന്നത്. ദീപകിന്റെ കാര്യത്തിലും സംഭവിച്ചത് ഇത് തന്നെയാണ്. നിയമം കയ്യിലെടുക്കുന്ന ഈ ഒരു പ്രവണത, അതായത് ഈ ഒരു ഡിജിറ്റൽ വിചാരണ എത്രത്തോളം അപകടകരമാണെന്ന് ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ടല്ലേ. ദീപക് മരിച്ചപ്പോൾ ആ വീഡിയോ പ്രചരിപ്പിച്ചവരും തെറി വിളിച്ചവരും എവിടെ പോയി? ഒരു നിമിഷത്തെ ആവേശം ഒരാളുടെ ജീവൻ എടുക്കാം എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. സ്ത്രീ സുരക്ഷയ്ക്കായിട്ട് നമ്മുടെ നാട്ടിൽ വളരെ ശക്തമായിട്ടുള്ള നിയമങ്ങളുണ്ട്. അത് അനിവാര്യവുമാണ്. എന്നാൽ ആ നിയമങ്ങളെയും സ്ത്രീ എന്ന പരിഗണനയും ഒരു ആയുധമാക്കി ഉപയോഗിച്ച് മറ്റൊരാളെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ അത് വലിയൊരു ചതിയാണ്. ഇത്തരം വ്യാജ ആരോപണങ്ങൾ യഥാർത്ഥത്തിൽ അതിക്രമം നേരിടുന്ന പെൺകുട്ടികളുടെ ഒരു വിശ്വാസ്യതയാണ് ഇല്ലാതാക്കുന്നത്. നാളെ ഒരു പെൺകുട്ടി സത്യസന്ധമായിട്ടുള്ള ഒരു പരാതിയുമായിട്ട് വരുമ്പോൾ പോലും ഇതും പഴയതുപോലെ വ്യാജമായിരിക്കുമോ എന്നുള്ള സമൂഹം സംശയിക്കുന്ന ഒരവസ്ഥയുണ്ടാകും. അത് ദീപകിനോട് ചെയ്യുന്നതിനേക്കാൾ വലിയ ക്രൂരതയാണ് ആ ഒരു പെൺകുട്ടികളോട് ചെയ്യുന്നത്.
പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഒരു സ്മാർട്ട് ഫോണും ഇന്റർനെറ്റും ഉണ്ടെന്ന് കരുതി എന്തും പ്രചരിപ്പിക്കാൻ നമുക്ക് അവകാശമില്ല. മറ്റൊരാളുടെ ജീവിതം തകർക്കാൻ നമുക്ക് അധികാരവുമില്ല. ദീപകിന്റെ മരണം അവസാനത്തേതാകണം. ഒരു ആരോപണം ഉയർന്നാൽ നിയമം അതിന്റെ വഴിക്ക് പോകട്ടെ, പോലീസും അന്വേഷിക്കട്ടെ, കോടതിയും വിധിക്കട്ടെ. അതുവരെ ഒരാളെയും സോഷ്യൽ മീഡിയയിലിട്ട് ക്രൂശിക്കരുത്. എന്നാലും ദീപകിന്റെ കുടുംബത്തിന് നീതി ലഭിക്കണം. പോലീസിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായെങ്കിൽ അതും തിരുത്തപ്പെടണം. നീതിക്ക് വേണ്ടി ശബ്ദമുയർത്തുക, പക്ഷെ അത് സത്യത്തിന് വേണ്ടിയാകണം. ദീപകിന്റെ ഈ ഒരു അനുഭവം നമുക്ക് ഓരോരുത്തർക്കും ഒരു പാഠമാകട്ടെ. നിങ്ങൾക്ക് ഈ ഒരു വിഷയത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാകുമെന്ന് എനിക്കറിയാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മാന്യമായിട്ടുള്ള ഭാഷയിൽ താഴെ കമന്റ് ചെയ്യുക. പുതിയൊരു വിഷയവുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ നന്ദി, നമസ്കാരം.